റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിനു പിന്നാലെ പശ്ചിമ ബംഗാളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാളിൽ 2 പേർ മരിച്ചു. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശത്ത് റെഡ് അലർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വേഗത്തിൽ ബംഗ്ലാദേശിലെ ഖേപ്പൂപ്പറയ്ക്കും ബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യയാണ് റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചു. കൊൽക്കത്തയിൽ മതിൽ ഇടിഞ്ഞു വീണും നോർത്ത് 24 പർഗാനാസിൽ മരം വീണുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. കൊൽക്കത്ത, ഹൂബ്ലി, ഹൌറ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് 10 ലക്ഷം വരെ ഒഴിപ്പിച്ചതിനാൽ ആളപായം ഉണ്ടാകില്ലെന്ന് ദുരന്തനിവാരണ സേന അറിയിച്ചു. ഗവർണർ CV ആനന്ദബോസ് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. താൽക്കാലികമായി നിർത്തിവെച്ച കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും ട്രെയിൻ ഗതാഗതവും പുനരാരംഭിച്ചു. കനത്ത മഴയുടെ മുന്നറിയിപ്പ് നൽകിയ അസമിൽ 7 ജില്ലകളിലും ത്രിപുരയിൽ 4 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.